BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇറാന്റെ രണ്ടാം യുദ്ധക്കപ്പൽ ആക്രമണ ഭീഷണിയിൽ ശ്രീലങ്കൻ സമുദ്ര അതിർത്തിയിൽ കപ്പലിൽ 100-ലധികം നാവികർ. ശ്രീലങ്കൻ തുറമുഖത്തേക്ക് അണയുവാൻ അനുവാദം തേടി ഇറാൻ യുദ്ധക്കപ്പൽ. ഇറാന്റെ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ സമുദ്ര അതിർത്തിയിലേക്ക് നീങ്ങിയതായി ശ്രീലങ്ക. കപ്പലിന് ആക്രമണ ഭീഷണി നേരിടുന്നുണ്ടെന്നും ശ്രീലങ്കൻ സർക്കാർ വക്താവും മന്ത്രിയുമായ നളിന്ദ ജയതിസ അറിയിച്ചു. കപ്പലിൽ 100-ലധികം നാവികരുണ്ട്. കപ്പലിൽ ഉള്ളവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കപ്പൽ അടിയന്തര സഹായം തേടിയതായും ശ്രീലങ്കൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഐറിസ് ദീനയ്ക്ക് ശേഷം ശ്രീലങ്കൻ സമുദ്ര അതിർത്തിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ഇറാൻ യുദ്ധക്കപ്പലാണ്. പശ്ചിമേഷ്യൻ സംഘർഷം. ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ എമർജൻസി രക്തദാന ക്യാമ്പ് ഇന്ന് രാത്രി 8 മണി മുതൽ. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷവും റമദാൻ മാസമായതിനാലും ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കൂടിവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുവൈറ്റ് സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ എമർജൻസി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി 8 മണി മുതൽ 11 മണി വരെ അദാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് നടക്കുന്നത്. കുവൈറ്റിലെ കേരളൈറ്റ് മെഡിക്കൽ ഫോറത്തിന്റെ കൂടി സഹകരണത്തോടെ നടത്തുന്ന രക്തദാന ക്യാമ്പിൽ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മുഴുവൻ രക്തദാതാക്കളും ക്യാമ്പിൽ സംബന്ധിക്കണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു. ബേപ്പൂരിൽ PV അൻവർ ജയിക്കില്ല. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പ്രസീത അഴീക്കോട് രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പ്രസീത അഴീക്കോട് രാജിവെച്ചു. PV അൻവർ രാഷ്ട്രീയ അച്ചടക്കം പാലിച്ചില്ല. ഇനിയും കൂടുതൽ പേര് രാജിവെക്കും. കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി പോലും PV അൻവർ ശമ്പളം കൊടുത്തു നിർത്തുന്ന ആൾക്കൂട്ടം മാത്രമാണെന്നും തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകളെ കബളിപ്പിച്ചെന്നും പ്രസീത അഴീക്കോട് ആരോപിച്ചു. ഖമനിയുടെ വധം. ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ ദുഃഖാചരണം. കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ പിതാവെന്ന ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ. ഇറാൻ പരമോന്നത നേതാവ് അയാത്തുല്ല അലി ഖമനിയുടെ വധം. ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ ദുഃഖാചരണം. നയതന്ത്രർക്ക് അനുശോചനം രേഖപ്പെടുത്തുവാൻ എംബസിയിൽ പുസ്തകം. ഇന്നും നാളെയും 9-ാം തീയതിയും എംബസി സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്താം. റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ അനുശോചനത്തിന് എത്തി. നിലവിൽ ഒരു ചർച്ചകൾക്കും ഇറാൻ തയ്യാറല്ല. കൊല്ലപ്പെട്ടത് തങ്ങളുടെ പിതാവെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫതാലി പറഞ്ഞു. PK ഫിറോസ്, PK നവാസ് എന്നിവരിൽ ആരെയെങ്കിലും മത്സരിപ്പിക്കണം. തിരൂരങ്ങാടി ആവശ്യപ്പെട്ട യൂത്ത് ലീഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി സീറ്റ് ആവശ്യപ്പെട്ട യൂത്ത് ലീഗ്. തിരൂരങ്ങാടിയിൽ നിന്നും KPA മജീദ് ഒഴിയുമ്പോൾ അവിടെ യൂത്ത് ലീഗിനെ പരിഗണിക്കണം എന്നാണ് ആവശ്യം. PK ഫിറോസ്, PK നവാസ്, ഫൈസൽ ബാബു എന്നിവരിൽ ആരെയെങ്കിലും മത്സരിപ്പിക്കണം എന്നാണ് ആവശ്യം. യൂത്ത് ലീഗിന്റെ ആവശ്യം പാണക്കാട് സാദിഖ് അലി തങ്ങളെ അറിയിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേട്. റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഓഡിറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് ഓഡിറ്റർ ഹൈക്കോടതിയിൽ. ദേവസ്വം ബെഞ്ചിന് മുൻപിൽ നേരിട്ടെത്തിയാണ് വിജയൻ അസോസിയേറ്റ്സ് പൊരുത്തക്കേടുകളെക്കുറിച്ച് വിശദീകരിച്ചത്. വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി ചെലവായ തുകയുടെ യഥാർത്ഥ ബില്ലുകൾ പരിശോധനയ്ക്കായി ഹാജരാക്കിയിട്ടില്ലെന്ന് ഓഡിറ്റർ അറിയിച്ചു. ക്രോഡീകരിച്ച ബില്ലുകൾ മാത്രമാണ് ലഭിച്ചത്. അതിനാൽ ബജറ്റിന് മുകളിൽ ചിലവ് വന്നത് സ്വതന്ത്രമായി പരിശോധിക്കുവാനോ താരതമ്യം ചെയ്യുവാനോ സാധിച്ചില്ല. രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ആസ്തി രജിസ്റ്റർ ദേവസ്വം ബോർഡ് സമർപ്പിച്ചില്ലെന്നും ഓഡിറ്റർ വ്യക്തമാക്കി. നവകേരള സർവേ ദീർഘിപ്പിച്ച് സർക്കാരിന്റെ ഉത്തരവ്. മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചു. നവകേരള സർവേ ദീർഘിപ്പിച്ച് സർക്കാരിന്റെ ഉത്തരവ്. മാർച്ച് 31 വരെയാണ് ദീർഘിപ്പിച്ചത്. നേരത്തെ ഫെബ്രുവരി 28 വരെയായിരുന്നു സർവേ നിശ്ചയിച്ചിരുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിനുണ്ടായ ആശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് നവകേരള സർവേ നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ക്ഷേമ പദ്ധതികൾ എങ്ങനെ നടക്കുന്നു എന്നറിയുവാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്ന് കൂടി നിരീക്ഷിച്ചുകൊണ്ടാണ് നവകേരള സർവേ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.